നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുർത്തീസാണ് കാണിക്കുന്നത്. അതിനകത്ത് ത്രീ പീസ് മീൻസ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫുൾ സെറ്റായിട്ടുള്ളതുണ്ട്. റെഡിമെയ്ഡാണ്, അൺസ്റ്റിച്ച്ഡ് അല്ല. പിന്നെ ടോപ്പ് മാത്രമുള്ളത് കുറച്ചൊന്നുമുണ്ട്. ഇത് ഒരു സെമി പ്രീമിയം എന്നും പറയാം, പ്രീമിയം പറയാം, രണ്ട് കാറ്റഗറി പെട്ടതുകൊണ്ട്. അത് ടോപ്പ് മാത്രമുള്ളത് നോർമൽ കാറ്റഗറിയിലുള്ളത്. പ്രീമിയം കുർത്തീസ് ആകുമ്പോൾ അറിയാലോ, മെറ്റീരിയൽ ക്വാളിറ്റിയിൽ, അതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ, അതിൻ്റെ വർക്കിൽ, പാറ്റേണിൽ എല്ലാം ഇച്ചിരി പൈസ മുടക്കിയതായിരിക്കും, അത് ക്വാളിറ്റി കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ റേറ്റ് ഒരു കുറച്ച് കൂടുതൽ കാണും. ഇത് ഹെവി പ്രീമിയം അല്ല, ഒരു മീഡിയം പ്രീമിയം എന്ന് പറയാം. ഭയങ്കര റേറ്റ് കൂടിയ 5000 അങ്ങനത്തെ പോയിരുന്നു അറിയാമല്ലേ. അപ്പം ആദ്യത്തെ കുർത്തി ഇതാണേ. ഇത് 3 പീസ് സെറ്റാണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നല്ല ഭംഗിയുള്ളൊരു നെക്ക്, എനിക്ക് നെക്കാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. ഇതിൻ്റെ എന്നിട്ട് അജ്രക്കിൻ്റെ ഒരു പാച്ച് കൊടുത്തിരിക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നെക്ക് ഇച്ചിരി ഇറങ്ങിപ്പോയി. നെക്ക് ഇറങ്ങിയിട്ടില്ല, നെക്ക് ഇവിടെ കയറി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് സെൻറ്ററിൽ ഒരു നല്ലൊരു പാച്ച് കൊടുത്തിരിക്കുകയാണ്. പാച്ച് വർക്ക് അല്ലെങ്കിൽ യോക്ക് പാട്ട് എന്താണെങ്കിൽ അത്. പിന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ മാത്രം ചെറിയൊരു പ്ലീറ്റ്സ്. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ഇടാം. ഇത് സ്ലിറ്റഡ് ആണ്, പക്ഷെ ഒരു എയർലൈൻ മോഡൽ വന്നിട്ടാണ് അത് സ്ലിറ്റ് ആക്കിയിരിക്കുന്നത്. അത് എന്ന് വെച്ചാൽ ഭയങ്കര ഈ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്ലിറ്റ് ആക്കിയേക്കല്ല, അതിൻ്റെ മോഡൽ അങ്ങനെയാണ്. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് പോക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഇങ്ങനെ തപ്പുന്നത്. അതെ, രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ ഉണ്ട്. സെൻറ്റർ കൂടെ ഇങ്ങനെയൊരു പൈപ്പിങ് കൊടുത്തിട്ട് ഇതാണ്. ഇങ്ങോട്ട് അടുപ്പിച്ച് കാണിച്ച് ഇതാണ്. പിന്നെ കൈക്കും ആ ഒരു സാധനം വരും. നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ ഇതിൻ്റെ കോമ്പിനേഷൻ അറിയേണ്ടത് ഇനി ഇതിൻ്റെ ദുപ്പട്ടയും കൂടെ കാണുമ്പോഴാണ്. കൈയുടെ ഇത് കണ്ടോ, അത് തന്നെ കൈക്കും. ബോട്ടം വന്നിട്ട് ഇത് ബ്ലാക്ക്, സെയിം തന്നെ എലാസ്റ്റിക് ബോട്ടം, സെയിം മെറ്റീരിയലുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസസും ഇതിൻ്റെ പ്രൈസും എല്ലാം സ്ക്രീനിലുണ്ട്. ഇനി ദുപ്പട്ടയും കൂടെ കാണിക്കാം. ഇത് സെയിം ആണ് ദുപ്പട്ട, ഈ ഒരു വർക്ക് അജ്രക്കിൻ്റെ ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട, ഉണ്ടോ? കോട്ടൺ ആണ്, പ്യൂർ കോട്ടൻ്റെ ദുപ്പട്ടയാണ്. ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അടിയിൽ ഇങ്ങനെ അജ്രക്കിൻ്റെ ഒരു ഇത് വരുന്ന ദുപ്പട്ട. നല്ല രസമാണ്. ഈ കോമ്പിനേഷൻസ് എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു ടച്ച് കിട്ടും. ഒരു എന്താ പറയുന്ന ഒരു ആൻറ്റിക് ടച്ചൊക്കെ കിട്ടുന്ന പോലെ ആ രീതിക്കുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ സൈസും കാര്യങ്ങളും സ്ക്രീനിൽ നോക്കിയാൽ മതി. അടുത്തത് ഇതും ദിലിവ ബ്രാൻഡിൻ്റെയാണ്. നൂല് ഒരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്, നല്ലൊരു കുർത്തിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്തിരിക്കുക. അതിൻ്റെയും സെൻറ്ററിൽ ഇപ്പം ഫുള്ള് ആലിയ ഒത്തിരി പേർക്ക് വേണ്ടെങ്കിൽ, അത് ഇഷ്ടമില്ല, ആലിയ ഇഷ്ടമില്ലാത്തവരുണ്ട് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആലിയ വർക്കട്ട്. ഇതിന് പക്ഷേ ആലിയ കട്ടല്ല, സെൻറ്ററിൽ കൂടെ മാത്രം. അതെന്നു വെച്ചാൽ നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിൽ വയറെടുത്ത് തോന്നത്തില്ല. ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്ക് ഭയങ്കര ഒരു കാഷ്വൽ ഫീൽ ചെയ്യും. ഭയങ്കര ടൈറ്റായിട്ടൊന്നും ഇരിക്കത്തില്ല. ഫ്രോക്ക് പോലെ വേണമെങ്കിൽ ഇടുന്നവർക്ക് ഇടാം. മീൻസ് ബോട്ടത്തിന് ഫുൾ ലെങ്ത് ഇടാതെ ക്യാപ്രി ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ 3/4 ബോട്ടം ഒക്കെ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്യാം. ഇതിന് ബോട്ടം ഇതിൻ്റെ കൂടെയുണ്ട്. ടോപ്പും ബോട്ടം മാത്രമാണ് ഇതിനുള്ളത്. സെയിം ബോട്ടം മീൻസ് സെയിം കളറിലുള്ള ബോട്ടം കണ്ടോ, ഇങ്ങനെ ലൂസുള്ള ബോട്ടം. പിന്നെ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് അല്ല, ഇങ്ങനെ ഒരു എയർലൈൻ മോഡൽ, ഒരു ഫ്രോക്ക് മോഡൽ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ പറയട്ടോ, കാരണം എന്നാണെന്നറിയോ, ബാക്കിലും ഈ ഒരു സെൻറ്ററിൽ മാത്രം ഇത് കണ്ടോ, ഈ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്നാണെന്നറിയാമോ, അതൊരു ഫ്രോക്ക് ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനെയാണല്ലോ, അങ്ങനെ ഇടാനായിട്ടുള്ള. ലിവയാണ്, ഇതുണ്ട്, ലിവയുടെ ബ്രാൻഡഡ് കുർത്തിയാണ്. ടോപ്പും ബോട്ടം മാത്രമേ ഉള്ളൂ. അടുത്ത കുർത്തി മൽച്ചന്തേരി ഫാബ്രിക്, അടിപൊളി കുർത്തിയാട്ടോ.
ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ സിമ്പിൾ ബട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അത് കണ്ടോ, ഈ ചെയ്തിരിക്കുന്ന മുഴുവൻ ഒരു സൈസ് എംബ്രോയ്ഡറിയുടെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് നൂലെടുത്തെടുത്തെടുത്ത് വലിച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസം. അതൊരു നല്ലൊരു ലുക്ക് തോന്നിക്കും. അതുപോലെ തന്നെ ഈ പേസ്റ്റൽ ലാവണ്ടർ കളറും നല്ലൊരു ലുക്ക് ഫീൽ ചെയ്യിക്കും. മൽച്ചന്തേരിയാണ് ഫാബ്രിക്. നെക്ക് വന്നിട്ട് ഇങ്ങനെ നെക്ക് കാണിച്ചോ, നെക്കിൻ്റെ സൈഡിൽ ഈ ഒരു ചെറിയ ബീഡ്സ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും ഇവിടെ യോക്ക് പാർട്ട് വെച്ച് തിരിച്ചിട്ട് സെൻറ്റർ പാർട്ടിൽ ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ബാക്ക് പ്ലെയിനാണ് കണ്ടോ, ബാക്ക് പ്ലെയിനാണ്. കയ്യേലും ആ ഒരു ചെയ്തിട്ടുണ്ട്. ബോട്ടം ദുപ്പട്ട അറ്റാച്ച്ഡ് ആണ്. നല്ല ഫാബ്രിക്കാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ സൈഡിൽ ഈ ഒരു വർക്കുണ്ട്, ഒരു സൈഡിൽ ഈ ഒരു വർക്കുണ്ട്. അതും മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. ബോട്ടം മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. ലൈനിങ് ഇട്ടിട്ടുണ്ട്. ലൈനിങ് നല്ല, ഞാനാണെങ്കിൽ നോക്കുന്നത് ഏറ്റവും ആദ്യം ലൈനിങ്ങാണ്. ലൈനിങ് കംഫർട്ടാണെങ്കിൽ നമുക്ക് ഇനി നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല എന്നാ പറയുന്ന പ്യുവർ കോട്ടൺ, കോട്ടൻ്റെ ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലൈനിങ് കംഫർട്ടാണെങ്കിൽ നമുക്ക് ഒട്ടും ചൂട് ശരീരത്തിന് എടുക്കത്തില്ല. അത് നല്ലതാണ്. നമുക്ക് ചൂടിനൊക്കെ പ്രശ്നമുള്ളവർക്ക് അങ്ങനത്തെ ഇടാനേ ഇത് കോട്ടൺ ഭയങ്കര കംഫർട്ടാണ് ഇടാനായിട്ട്. ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട് ഈ കുർത്തി. ഇടാൻ ഇത്ര സുഖമുള്ള ഒരു മെറ്റീരിയൽ. അത് സിമ്പിളാണ്, അതുപോലെ തന്നെ എലഗൻ്റ് ആയിട്ടുള്ള കുർത്തിയാണ്. ഇതും സെൻറ്ററിൽ കൂടെയാണ് ഈ ഒരു പ്ലീറ്റ്സ് പോയിരിക്കുന്നത്. എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടു. ഇതും ഒരു ഒനിയൻ അല്ലെങ്കിൽ ലാവണ്ടർ ഷെയ്ഡാണ്. ഇത് വരും കയ്യേലും ചെയ്തിട്ടുണ്ട്. കയ്യേലും ചെയ്ത മെറ്റീരിയൽ മൽക്കോട്ടൻ്റെ മെറ്റീരിയലാണ്. ബോട്ടം ഇത് ദുപ്പട്ടയും ഇത് മൽക്കോട്ടൻ്റെ തന്നെ ദുപ്പട്ട. സൈഡിൽ രണ്ട് സൈഡിലും ഇല്ലേ, പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മതി. ഇത് ഈ രണ്ട് സൈഡിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നെ ചെയ്തിട്ടുള്ള ദുപ്പട്ട. നല്ല ഭംഗിയാണ് കാണാൻ. ഇട്ടാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. അതുപോലെ തന്നെ നമുക്ക് റേറ്റ് ഉള്ള ഒരു സാധനം ഇടുമ്പം ഒരു റേറ്റ് മുടക്കിയ ഇതിടുമ്പോൾ ഇതിനൊക്കെ കണ്ടാൽ വലിയ ആർഭാടങ്ങളും ആഭരണങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും, പക്ഷെ ഇതെത്ര റേറ്റ് എനിക്ക് അറിയത്തില്ല. 2000 അത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2000 എബോ ആണെന്ന് തോന്നുന്നു. അത്രയൊക്കെ റേറ്റ് മുടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഭയങ്കരമായിട്ട് ഫീൽ തോന്നും. ഒന്നാമത്. രണ്ടാമത് കണ്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇട്ടാൽ നല്ല സുഖമാണ്. അതാണ് എനിക്ക് പറയുമ്പോൾ എൻ്റെ ഇടയ്ക്ക് ഈ ചുരിദാറെ നോക്കി എന്നെ ഈ ചുരിദാർ ഞാൻ ഇന്നലെ എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര. എനിക്ക് ഇത് കറക്റ്റ് സൈസ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വേണ്ടി തയ്ച്ച ഒരു ചുരിദാർ ഇട്ടാൽ പോലും ഇത്രയും, ഞാൻ സ്വന്തമായിട്ട് അളവെടുത്ത് തയ്ച്ച ഒരു ചുരിദാർ ഇട്ടാൽ പോലും ഇത്രയും ഇതായിട്ട് വരത്തില്ല. ഇത് കണ്ട ഒരു സിമ്പിൾ ചുരിദാറാണ്. ഇത് മൽക്കോട്ടൺ ആണ് ഫാബ്രിക്. മൽക്കോട്ടൺ എന്ന് പറയുന്നത് 100% മൽക്കോട്ടൺ ആണ്. ഒരു തുള്ളി പോലും പോളിസ്റ്ററോ സിന്തറ്റിക്കോ മിക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിക്ക് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ പാനലാണ് ചെയ്തിരിക്കുന്നത്. പാനൽ കട്ടാണ്. 1 2 3 4 5 7 7 + 7 14 പാനലുകൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്കാണെങ്കിൽ നല്ല 7 7 14 അല്ലേ, ഏതാണ്ടൊക്കെ പറയും. അപ്പോൾ ഒന്നാമത്തെ കണക്കിൽ ഭയങ്കര മിടുക്കിയായതുകൊണ്ടേ. പിന്നില്ലേ നെക്കില്ലേ നല്ല ഓവറായിട്ട് വൈഡല്ല, പക്ഷെ അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു വീനക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇത് ഒട്ടും ഓവറല്ല, എന്നാൽ തീരെ അങ്ങ് സിമ്പിളായി പോകാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇട്ടാലുണ്ടല്ലോ ഒരു ക്ലാസ് ലുക്കാണ്. സത്യമായിട്ട് ഞാൻ പറയുകയാണ്. പിസ്ത ഗ്രീനും ഇങ്ങനെ 2 ഷെയ്ഡിൽ കൊടുത്തിരിക്കുക. ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ പാനൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല. അതുകൊണ്ട് തന്നെ നല്ല ഷെയ്പ്പായിട്ട് കിടക്കും. നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം ഷേപ്പിലാണെങ്കിൽ അതുപോലെ തന്നെ കിടക്കും. പിന്നെ ഭയങ്കര നമ്മുടെ ചിലരുടെ ശരീരപ്രകൃതത്തിന് വ്യത്യാസമുണ്ട്. ലെങ്ത് ഒക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ. ലെങ്ത് 47 48 ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നത്. അതിൻ്റെ ബോട്ടം ഇത്, ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇതുമായിട്ട് വരുന്ന ബോട്ടം. ദുപ്പട്ട ഇത്, താഴത്തെ ഭാഗം ഇങ്ങനെ, മുകളിലത്തെ ഭാഗം ഇങ്ങനെ. കണ്ട, ഇതാണ് ദുപ്പട്ട. നല്ല കുർത്തിയാണ്. 2000 എബോ റേറ്റ് ഉണ്ടെന്നാണ് ഇതും എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനുള്ള സാധനമുണ്ട്. ഇനി ഒരു പ്രീമിയം കുർത്തി കാണിക്കുക. ഇത് സിൽക്കാണ് ഫാബ്രിക്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, ഇത് 3000 3000 തൊട്ടടുത്തോ വേണ്ട റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു
ആപ്ലിക്ക് വർക്കാണ് ഇത്. ഇത് കണ്ടോണം, ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ആ ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡും അത് തന്നെ കയ്യും കൂടെ നിങ്ങൾ നോക്കിക്കേ. കയ്യേൽ അത് വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ സ്കാലപ്പ്, ഡബിൾ സ്കാലപ്പ് ചെയ്ത് ഇങ്ങനെ രണ്ട് ഇതായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഡബിൾ സ്കാലപ്പും ചെയ്ത് ഇങ്ങനെ കയ്യേൽ ആ ഒരു വർക്ക്, ഇവിടെ ആ ഒരു വർക്ക്. പിന്നെ സിൽക്കിൻ്റെ മെറ്റീരിയൽ, അത് സിൽക്കിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ നമുക്ക് ചൂടെടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് മൽക്കോട്ടനാണ്. കണ്ടോ, മൽക്കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ചുമ്മാ നമ്മുടെ സാധാരണ ലൈനിങ്ങിന് എടുക്കുന്ന മെറ്റീരിയൽ പിടിച്ചു നോക്കിയാൽ നമുക്ക് തോന്നും അയ്യോ ഇത് വരുമ്പോൾ ഇതാണ്. പക്ഷെ മൽക്കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയലിന് വില കൂടുതൽ സാധാരണ ലൈനിങ്ങിന് കഴിയും. മൽക്കോട്ടൺ ആണെങ്കിലും ചന്തേരി ആണെങ്കിലും നല്ല റേറ്റുള്ള മെറ്റീരിയൽ. നെക്ക് വരുമ്പോൾ വേണ്ട ഇങ്ങനെ വരും. നെക്ക് പ്ലെയിൻ ആണേ. നെക്ക് കാണിച്ച് ഇവിടെ ഇങ്ങനെ ചെറിയ 2 പ്ലീറ്റ്സ് ഇങ്ങനെ വെറുതെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. അതൊരു ഇവിടം വരെ ഉള്ളൂ. ഒരു ഇവിടം കൊണ്ട് അത് എൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എലൈനാണ് കുർത്തി. എലൈൻ എന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ നല്ലപോലെ ലെയേഴ്സ് ഉണ്ട്. ലെങ്ത്തിൽ വന്നിട്ട് നല്ല ലെങ്ത്തിൽ വന്നിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സൈസ് കുർത്തിയില്ലേ, പാർട്ടി വെയർ കുർത്തീസ്. ഭയങ്കര ഓവർ ലെങ്ത് അല്ല, ലെങ്ത്തിൽ വന്നിട്ട് താഴത്തെ ദാമൻ പോർഷനിൽ നല്ല ഒന്നാന്തരമായിട്ടുള്ള ഒരു ആപ്ലിക്ക് വർക്ക്. പിന്നെ ബോട്ടം സെയിം. ദുപ്പട്ടയിലാണെങ്കിൽ ദുപ്പട്ടയിൽ സെയിം സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. 4 സൈഡിലും സ്കാലപ്പ് ചെയ്ത ദുപ്പട്ട. ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് നല്ല ക്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അതിന് ചേരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സിമ്പിൾ ബട്ട് എലഗൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ലുക്കിൽ നമുക്ക് പോവാം. അടുത്ത കുർത്തി ഇതേ. എനിക്ക് ഈ പ്രാവശ്യത്തെ കുർത്തി, എനിക്ക് എപ്പം മൽക്കോട്ടൻ്റെ കുർത്തി വന്നാലും എല്ലാം എനിക്ക് വേണം. ഇപ്പം ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ചു. ഇനി ഇത് അടുത്ത നോട്ടമുള്ള സാധനം ഇതാ. ഇനി ഈ കളർ എൻ്റെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതിൽ നിൽക്കും. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അതിലും ഡാർക്കാണ് കുർത്തി. ഒറിജിനൽ കാണുമ്പോൾ ഡാർക്കാണ്. ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ്. ടീൽ ബ്ലൂ വിത്ത് പിങ്ക്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് ഉണ്ടോ, നിങ്ങൾ നോക്ക്. ഇതിൻ്റെ തുണിക്കുണ്ടല്ലോ, ടോപ്പ് മാത്രം ഒരു 3 മീറ്ററിന് മേളിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി. ഇവിടെ ഒരു സ്കാലപ്പ് വർക്ക്, അബദ്ധം താഴോട്ട് പ്ലീറ്റ്സ്. പിന്നെ കൈ വന്നിട്ട് ഇതേണ്ട കയ്യിൽ ഒരു ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും കയ്യിൽ ഇങ്ങനെ ഒരു ഹൊറോഷ്യോ ലേസ്, പിന്നെ അല്ലാതെ ഒരു ലേസ് രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നല്ല ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ഉണ്ടോ, ഇത്രയും ഇത് കിടക്കും. അതൊരു പാർട്ടി വെയർ കുർത്തി ഇടുമ്പം പാനലുണ്ട്. ഇല്ലേ, പാനലില്ലേ, ഉണ്ട്, 2-3 പാനലുണ്ടെന്ന് തോന്നുന്നു. പാർട്ടി വെയർ കുർത്തി ഇടുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ കുറച്ച് ഇതായിട്ട് എടുത്തില്ലേ. പക്ഷേ ഇത് സിമ്പിൾ വെയർ ആയിട്ട് ഇടുകയും ചെയ്യാം. അതാണ് ഈ കുർത്തിയുടെ ഒരു ഗുണം. രണ്ടായിട്ടും ഇടാം. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. സൈഡിൽ മൽക്കോട്ടൻ്റെ ദുപ്പട്ടയാണ്. ഇതിൻ്റെ സ്റ്റഫും മൽക്കോട്ടനാണ് കേട്ടോ. മൽക്കോട്ടൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഓരോരോ പുതിയ മെറ്റീരിയൽ വരുമ്പോൾ ഈ മൽക്കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല. മൽക്കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള. മൽ എന്ന് പറഞ്ഞാൽ തന്നെ സോഫ്റ്റ് എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. മല്ലെന്ന് ബാക്കിൻ്റെ അർത്ഥം സോഫ്റ്റ് എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. മൽ കോട്ടൺ, മൽ ചന്തേരി എന്നൊക്കെ പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത് വരും ദുപ്പട്ട. കണ്ടോ, സെയിം ദുപ്പട്ട നല്ല ഭംഗിയായിട്ട് ഇടാം. ഇനി അജ്രക്ക് ലവേഴ്സ് ഇപ്പോഴും ഉണ്ടെന്നല്ല, അത് എപ്പോഴും ഉള്ളത് എവർ ഗ്രീൻ ആണല്ലോ അജ്രക്ക് ഇഷ്ടപ്പെടുന്ന. സോ ഒരു സിമ്പിൾ അജ്രക്ക് കുർത്തി. ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു അജ്രക്കിൻ്റെ ഒരു പാച്ച് ചെയ്തിട്ട് ഏറ്റവും കൂടെ ഒരു ചെറിയ സീക്വൻസ് വർക്കും ഈ ഭാഗത്തൂടെ കുറച്ച് ബീഡ്സ് വർക്കും പോയിട്ടുണ്ട്. കൈയുടെ അറ്റത്തും ഈ ഒരു പാച്ച് അത് സെയിം വന്നിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടോ. ബോട്ടം നമ്മുടെ നോർമൽ സാധാ നമ്മുടെ ഈ സ്ട്രെയിറ്റ് ബോട്ടം ഇല്ല, അങ്ങനത്തെ ബോട്ടം. സ്ട്രെയിറ്റ് ബോട്ടം എന്നല്ല, എന്നാ പറയുക, എൻ്റെ പേര് പറയുമല്ലോ, എന്നാ ബോട്ടത്തിൻ്റെ പേര് പോലും മറന്നു പോകുന്നു. എനിക്ക് ചിലപ്പോൾ തോന്നുന്നു എനിക്ക് അൽഷീമേഴ്സ് തോന്നുന്നു. അൽഷീമേഴ്സ് വരാൻ പോവുകയാണോ, അത്രയ്ക്ക് പേരൊക്കെ അത്രയ്ക്ക് മറന്നു പോകും പെട്ടെന്ന്. എപ്പോഴും ഉപയോഗിക്കുന്ന ബോട്ടത്തിന് എന്നാ ബാൻഡാ, സിഗരറ്റ് ബാൻഡോ, അങ്ങനത്തെ ഏതാണ്ട് സാധനം. ഇത് ഷോൾ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇത് ടോപ്പയിലെല്ലാം പ്ലെയിൻ ആണ്. ടോപ്പ് സിമ്പിൾ ആയതുകൊണ്ട് ഷോളിൽ ഇച്ചിരി പ്രിന്റഡ് ആണ്. ഈ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രിന്റ് നല്ല ഭംഗിയാണ്. ഇട്ട് കഴിഞ്ഞാൽ
നല്ലൊരു ഡ്രസ്സാണ്. ഇതിപ്പോൾ അത്ര ഭയങ്കര റേറ്റഡ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ബിലോ 2000 ആയിരിക്കാം, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇനി അടുത്തത് പക്ക നേവി ബ്ലൂ. കണ്ടോ, നേവി ബ്ലൂവിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് സൈഡിൽ ഒരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു പ്ലീറ്റ്സ് ഉണ്ട്. ഈ സെൻറ്ററിൽ പ്ലീറ്റ്സ് വരുന്നത് ചിലർക്കിടാൻ ഭയങ്കര ഇത്. ആദ്യം അതിന് ഏജ് ബാറേ ഇല്ല കേട്ടോ. ഈ സെൻറ്ററിൽ പ്ലീറ്റ്സ് വരുന്ന ആർക്കും ഇടാം. കാരണം ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി കൂടി ഏജുള്ള, ഇച്ചിരി ബോഡിയുടെ ഷേപ്പൊക്കെ പോയവരാണ് ഈ സെൻറ്ററിൽ പ്ലീറ്റ്സ് ഉള്ളത് ഇടേണ്ടത്. കാരണം വയറൊക്കെ ഇങ്ങനെ ബുമ്മൊന്നും എടുത്ത് നിൽക്കുന്നതൊക്കെ അങ്ങ് പ്ലീറ്റ്സിനകത്ത് പൊക്കോളും. അത് നല്ല, അല്ലാതെ പിള്ളേർ ഇടുന്നതാ അങ്ങനത്തെ ഒരു തോന്നൽ പലർക്കും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഷോപ്പിലൊക്കെ വരുമ്പോൾ, അയ്യോ അങ്ങനത്തെ വേണ്ട, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? നമുക്ക് പ്രായം ആയ നമ്പർ ഇന്നത്തെ ഒരു കോലക്കേടും ഇല്ലല്ലോ. അത് നല്ലതാ, ഭംഗിയാണ്. നമുക്ക് ബോഡി പ്രായം കൂടുന്തോറും എന്നാന്ന് പറഞ്ഞാൽ നോർമലി ലേഡീസിൻ്റെ ബോഡീസിനൊക്കെ അതുപോലെ ഡയറ്റും ജിമ്മും ഒക്കെ അല്ലെങ്കിൽ എക്സർസൈസും ഒക്കെ ചെയ്യാത്തവർക്ക് പ്രശ്നങ്ങൾ, ഷേപ്പൊക്കെ അങ്ങ് പോവും. അപ്പോൾ അതൊക്കെ മറയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഇതിടുന്ന നല്ലതല്ലേ. ഇത് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്, ഉണ്ടോ? 2 സൈഡിലും പോക്കറ്റ്. ആ പോക്കറ്റിൻ്റെ സൈഡിൽ എംബ്രോയ്ഡറി നേവി ബ്ലൂ ആണ് ഷെയ്ഡ്. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും സൈഡിൽ ഇങ്ങനെ ഒരു ക്രോഷ്യോ ലേസും പിടിപ്പിച്ച ദുപ്പട്ട. ബോട്ടം സെയിം, ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമായിട്ടുള്ള ബോട്ടം. ഇനി ഒരു 3 പീസ് സെറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പ്ലെയിൻ കാണിച്ചു തരാം. ഇതും നല്ലൊരു അനാർക്കലി മോഡൽ കുർത്തിയാണേ. പാനൽ കട്ട് കുർത്തി, അനാർക്കലി മോഡൽ. കണ്ടോ, ഇതും ഈ പറഞ്ഞ പോലെ 10-14 പാനലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണണം 1 2 3 4 10 20 പാനലുണ്ട് ഇതിന്. 20 പാനലൊക്കെ തയ്ക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും. ഞങ്ങളുടെ ഭായിയൊക്കെ തയ്ക്കുന്ന നല്ല സമയം എടുത്തിട്ടാണ് 20 പാനൽ ചെയ്തിട്ടുണ്ട്, 2 സൈഡിലും കൂടെ, ഫ്രണ്ട് ആൻഡ് ബാക്ക്. എന്നിട്ട് ഇവിടെ ഒരു യോക്ക് പാട്ട് ഇങ്ങനെ പാച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക്, ഇച്ചിരി ഹെവി, ഒരു തിക്കായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് കോട്ടൺ അല്ലെങ്കിൽ മൽ കോട്ടൺ മെറ്റീരിയലാണ്. കണ്ടോ, ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കും. ഒരു അടയ്ക്കാടെയൊക്കെ കളറില്ലേ, ആ ഒരു കളറാണ്. അടയ്ക്കാടെ കളർ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. ബ്രിക്ക് റെഡാണ്, നല്ല ഡാർക്കും ചേരുന്ന കളറാണ് ബ്രിക്ക് റെഡ് എന്ന് പറയുന്നത്. കളർ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഒരു പ്രശ്നമില്ല. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ പ്രിന്റ് വേറെയാണ്. ആ പ്രിന്റാണ് താഴെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ പ്രിന്റാണ് താഴെ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ആ പ്രിന്റ് തന്നെ കൂടുതൽ വരുന്ന ദുപ്പട്ട. ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ ദുപ്പട്ടയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ദുപ്പട്ട ഒരു സൈഡിൽ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടോ അല്ലെ കഴുത്തെ കൂടെ താഴേക്ക് സ്റ്റൈലിന് അങ്ങനെയൊക്കെ അല്ല ഇടുന്നത്. അല്ലാതെ നമ്മൾ ദുപ്പട്ട ഇതിന് ഒരു ആവശ്യമുള്ള ഒരു സാധനമല്ല. കയ്യിലും ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സൈസസും അവൈലബിൾ ആയിട്ടുള്ള സൈസസും പ്രൈസും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ടോപ്പ് മാത്രമുള്ള 2-3 എണ്ണം. ഇത് റേറ്റ് ഓവർ റേറ്റ്, പ്രീമിയം റേറ്റിലുള്ളതല്ലെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇതിന് ഇൻസൈഡ് സ്ലീവ് ഉണ്ട്. സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് വയ്ക്കാം. ഇങ്ങനെ ഒരു കോളർ ചെയ്തിട്ട് ഒരു സ്കേർട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് പോലെയൊക്കെ ഇടാവുന്ന ഒരു ടോപ്പ്. ഇത് A-ലൈനാണ് ടോപ്പ്. ഫ്രണ്ടിൽ മാത്രം സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളത്തെ സ്ലീവ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഉള്ളിൽ സ്ലീവ് വെച്ചിട്ടുണ്ട്. ചെറിയ സ്ലീവാണ് വെച്ചിരിക്കുന്നത്. സ്ലീവ്ലെസ് വേണ്ട എന്നുള്ളവർക്ക് സ്ലീവ് വെച്ചിടാൻ. ഇതൊരു ഫ്രോക്ക് മോഡൽ ടൈപ്പിലുള്ള ഇതാണ്. ഇങ്ങനെ ഒരു ഇതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുറകിൽ ഏറ്റവും ബാക്കിൽ നിന്ന് നല്ല ഷേപ്പായിട്ട് വച്ച് കെട്ടിയിട്ട് എന്നിട്ടുണ്ടല്ലോ ഷൂ ഒക്കെ ഇടണം. ഇങ്ങനത്തെ ഇട്ടിട്ട് ഷൂ ഒക്കെ ഇട്ട് അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു രോഗമാണ്. ഷൂ ഒക്കെ ഇട്ടിട്ട് ക്യാപ്രിയൊക്കെ ഇട്ടാൽ മതി. ബോട്ടമായിട്ട് പാൻറ്റായിട്ട് ഇടുന്ന ഒരു മോഡലല്ല. അങ്ങനെ ഇടുന്നവർ പുറത്തൊരു അവനവൻ്റെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. അവനവൻ്റെ ഇഷ്ടമാണ് അവനവൻ്റെ സൗകര്യം. ഒരു പിസ്ത ഗ്രീൻ്റെ ഒരു സിമ്പിളല്ല, അത്യാവശ്യം ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് നിറച്ചും ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തി. ഇതാണ് ഇവിടുത്തെ യോക്ക് പാട്ടിലൊരു വർക്ക്. കയ്യിൽ ആ വർക്ക് തന്നെ ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബോഡിയിലും ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതുണ്ടോ, പിസ്ത ഗ്രീൻ്റെ നല്ലൊരു ഷെയ്ഡ്. കയ്യിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും ആ വർക്ക് വന്നിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വരും, ബാക്കിൽ ഇങ്ങനെ. കണ്ടോ, ബാക്കിൻ്റെ
ദാമൻ പോർഷനിലും ആ ഒരു സാധനം പോകുന്നുണ്ട്. ഇതിൻ്റെ സൈസസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസും വിലയൊക്കെ സ്ക്രീനിലുണ്ട്. ഇത് വേറെ ഒരു നെറ്റ് കോട്ടയുടെ ഫാബ്രിക് ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്തി. നമ്മുടെ ഫുൾക്കാരി വർക്കൊക്കെ വരത്തില്ലേ, നിറച്ചും ഹെവി ആയിട്ടുള്ള അങ്ങനത്തെ വർക്കാണ് വരുന്നത്. ബോഡിയിൽ ഫുള്ള് വർക്കുണ്ട്. പിന്നെ കയ്യിൽ ലൈനിങ് ഇല്ല, ബോഡിക്കെല്ലാം ലൈനിങ് ഉണ്ട്. ഇതിനെല്ലാം ലൈനിങ് ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, വളരെ കുറവ്. ഈ കട്ടിയുള്ളതിന് മാത്രമല്ല ലൈനിങ് ഇല്ലാതെ, ബാക്കി എല്ലാത്തിനും ലൈനിങ് ഉണ്ട്. കണ്ടോ, സ്ലിറ്റഡ് ആണ്, ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു 46 ലെങ്ത് ഉണ്ടെന്ന് തോന്നി. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ അളന്ന് നോക്കിയിട്ടല്ല പറയുന്നത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ലെങ്ത് ഉള്ളത് ലെങ്ത് ഇല്ലാത്തത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ. ഒരു കളറ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലറ്റ് ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. നല്ല കളറാണ്, നല്ലൊരു പേസ്റ്റൽ കളറ്. പാർട്ടി വെയർ ആയിട്ട് ഇടാനായിട്ടും നല്ലതാണ്, സിമ്പിൾ വെയർ ആയിട്ട് ഇടണമെങ്കിലും നല്ലതാണ്. കൈ ഇങ്ങനെ ലൈനിങ് ഇല്ലാതെ കൊടുത്തിരിക്കുക, അത് നല്ല ഭംഗിയായിരിക്കും. കൈ കറക്റ്റ് ഷേപ്പിൽ ചെയ്തെടുക്കുവാണെങ്കിൽ കൈ നമ്മുടെ കൈ ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയും ഇന്ന് കാണിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇച്ചിരി റേറ്റ് ഉള്ളത് അങ്ങ് എടുത്ത് കാണിച്ചതാണ്. എന്നുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ഇപ്പോൾ ഉടനെ കുർത്തിയുടെ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് 350 450 റേറ്റ് തൊട്ടുള്ള ബൈ 1 get 1 ഫ്രീ ആയിട്ടുള്ള ഇതൊക്കെ അടുത്ത ദിവസം തന്നെ ഉണ്ട്. അപ്പം 450 റേഞ്ച് തൊട്ടുള്ള കുർത്തീസ് അല്ലെങ്കിൽ തന്നെ ഡിസ്കൗണ്ട് സെയിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഈ കുർത്തി കാണിച്ചെന്നോർത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ. ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാം. നമുക്ക് കുർത്തികളുടെ വിശാലമായ ഒരു ശേഖരം തന്നെയുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ടാറ്റാ.